കരുതലിൻ്റെയും കാവലിൻ്റെയും പര്യായമാണ് ദുബായ്. ജാതിമത ദേശഭേദമന്യേ ആരെത്തി എന്ത് സഹായം ആവശ്യപ്പെട്ടാലും തുറന്ന ഹൃദയത്തോടെ ഇവിടുത്തെ ഭരണാധികാരികളും അധികൃതരും അവരെ ചേർത്തു പിടിക്കാറുണ്ട്. അത്തരത്തിലുള്ള GDRFയുടെ ഒരു കേന്ദ്രമാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. സ്വന്തം നാട്ടിലേക്ക് പോകാൻ യാതൊരു വഴിയുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആശ്വാസമായി മാറുന്ന കേന്ദ്രം. സ്വന്തം രാജ്യങ്ങളിലേക്ക് വിവിധ കാരണങ്ങളാൽ മടങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുന്ന വിദേശികൾക്ക് സുരക്ഷിതമായ അഭയവും സമഗ്രമായ മാനുഷിക പരിചരണവും ഉറപ്പാക്കുകയാണ് GDRFA ദുബായിയുടെ സെന്റർ ഫോർ ഹാർബറിംഗ്. പ്രതിസന്ധിയിലായവരുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 9 പ്രധാന സേവനങ്ങളാണ് സെന്റർ നൽകുന്നത്. പൂർണ്ണസജ്ജമായ മെഡിക്കൽ ക്ലിനിക്കുകളിലൂടെയുള്ള ആരോഗ്യ പരിചരണം, സാമൂഹികവും മാനുഷികവുമായ പിന്തുണ, വ്യക്തിഗത പരിചരണ സേവനങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും വ്യക്തിഗത സാധനങ്ങളുടെയും സുരക്ഷിത സംരക്ഷണം എന്നിവ സെന്ററുകളിലുണ്ട്. സുരക്ഷാ സേവനങ്ങൾ, ബോധവൽക്കരണ വിനോദ പരിപാടികൾ, താമസ സൗകര്യവും ഭക്ഷണ വിതരണവും, എംബസികളുമായും കോൺസുലേറ്റുകളുമായും ഏകോപനം നടത്തി യാത്രാരേഖകളും പുറപ്പെടൽ അനുമതികളും ലഭ്യമാക്കൽ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ പ്രത്യേക കമ്പനികളുമായി സഹകരിച്ച് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യൽ, യാത്രാ ക്രമീകരണങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കൽ, UAEയിൽ നിന്നുള്ള മടക്കയാത്ര സുഗമമാക്കൽ തുടങ്ങിയ നടപടികളും കേന്ദ്രം ഏകോപിപ്പിക്കുന്നു. 2026 ആദ്യ 6 മാസത്തെ പ്രവർത്തന കണക്കുകൾ കേന്ദ്രത്തിന്റെ സേവന വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. ഈ കാലയളവിൽ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന 11,696 പേർ ഈ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. അല്ലവീറിലെ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ സെന്ററിന്റെ പ്രവർത്തന സംവിധാനങ്ങളും സമഗ്ര സേവനങ്ങളും GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർരി വിശദീകരിച്ചു. മനുഷ്യനെ വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കാണുകയും സർക്കാർ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണനയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന UAE നേതൃത്വത്തിന്റെ ദർശനത്തിൽ നിന്നാണ് ദുബായിയുടെ മാനുഷിക സമീപനം രൂപപ്പെട്ടതെന്ന് മുഹമ്മദ് അഹമ്മദ് അൽ മർരി പറഞ്ഞു. സെന്റർ ഫോർ ഹാർബറിംഗ് UAEയുടെ സഹിഷ്ണുതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ബഹുമാനത്തിന്റെയും മികച്ച മാതൃകയാണ്. ദുബായിൽ ലഭിക്കുന്ന സുരക്ഷയും സ്ഥിരതയും പൗരന്മാർക്കും താമസക്കാർക്കും മാത്രമല്ല, സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ കഴിയാതെ അസാധാരണ സാഹചര്യങ്ങളിൽ കഴിയുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണെന്ന് ഈ കേന്ദ്രം തെളിയിക്കുന്നു. അത്തരത്തിലൊരു സംഭവം കൂടി കാണാം. ചോരമണം മാറാത്ത 2 മാസമായ പെൺകുഞ്ഞിനെ മാറോടടക്കി തലചോയ്ക്കാൻ ഇടമില്ലാതെ ഒരമ്മ വിതുമ്പുന്നുണ്ടായിരുന്നു. വിശന്ന് കരയുന്ന കുഞ്ഞിൻ്റെ ചുണ്ടിലേക്ക് ഇറ്റിച്ചു നൽകാൻ ഒരിറ്റു മുലപ്പാല് പോലുമില്ല. മുന്നിലെ വാതിലുകളെല്ലാം അടഞ്ഞിരുന്നു. സഹായിക്കാൻ ആരുമില്ല. യാത്രാരേഖകളിൽ പ്രശ്നങ്ങളുണ്ട്. ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നില്ല. കൈക്കുഞ്ഞിനെയും അടക്കിപ്പിടിച്ച് കരഞ്ഞു തളർന്ന കെനിയക്കാരിയായ റൂത്തിന് മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പോറ്റമ്മയായ ദുബായ് കരുണയുടെ കൈകൾ നീട്ടി. ഒരു സുഹൃത്ത് മുഖേനയാണ് അല്ലവീറിലെ GDRFA ദുബായിയുടെ സെന്റർ ഫോർ ഹാർബറിംഗ് സംബന്ധിച്ച് റൂത്ത് അറിയുന്നത്.
അവസാന പ്രതീക്ഷ എന്ന നിലയിൽ കുഞ്ഞിനെയും കൂട്ടി അവൾ അവിടെ എത്തി. കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കലുമായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ കരുണയും കരുതലുമായി ഏവരും അവളെയും കുഞ്ഞിനെയും ചേർത്തുപിടിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ റൂത്തിനും കുഞ്ഞിനും സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കി. സാധനങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക ലോക്കറും നൽകി. കുഞ്ഞിൻ്റെ ആരോഗ്യനില മോശമായപ്പോൾ മെഡിക്കൽ ക്ലിനിക്കിലെത്തിച്ച് ആവശ്യമായ ചികിത്സയും മരുന്നും ഉറപ്പാക്കി. എൻ്റെ കുഞ്ഞിനെ അവർ സ്വന്തം കുഞ്ഞിനെപ്പോലെയാണ് പരിചരിച്ചത്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നു. ഒരിക്കൽ പോലും ഞാൻ അവിടെ ഒറ്റപ്പെട്ടതായി തോന്നിയില്ല. റൂത്തിൻ്റെ ഈ വാക്കുകൾ മതി ദുബായിയുടെ സ്നേഹമടയാളപ്പെടുത്താൻ. My name is Ruth Baidera. I'm from Kenya. I came here 2024 with visit visa, but unfortunately I did not get the job because of missing documents and also passport. So I had issues. I could not get any job. So I became into too much trouble. I became pregnant and now I have my 2 months old baby, but it was too much stressful. I got into too much problems. I could not be able to provide food, shelter, accommodation, and I was in a very bad situation. But my friend advised me I go to Al Awir Migration Center. When I went there, they really welcomed me in a good way. They received us very well. I met one of the staff members. We sat down and talked about the issues. She was friendly, kind, and she told me she will make sure that I got back to my country safely. ഇതിനിടെ ഉദ്യോഗസ്ഥർ കെനിയൻ എംബസിയുമായി ഏകോപനം നടത്തി യാത്രാരേഖകൾ തയ്യാറാക്കി. റൂത്തും കുഞ്ഞും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങി. വെറുപ്പും വിദ്വേഷവും പടർത്താൻ ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എപ്പോഴും ദുബായ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു അതിർവരമ്പുകളുമില്ലാതെ കാലാകാലങ്ങളോളം മനുഷ്യനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നുണ്ട്. How are you, Roy? I'm fine. And how is the baby? She's fine. Okay, I have a good news. Yes. We booked for you a ticket on 31st July on Friday, and I hope that you will come back again to our country very strong and you have a new beginning here with us. Thank you very much. Welcome. Thank you for your support and care. Thank you for the good news. Thank you for your care and support, and all the staff members, I thank them. Thank you for the Al Awir Migration. Thank you for the Dubai government and all humanity and kindness. Thank you. ഫുജൈറയിലെ വാദി അൽ വുറയ്യ എന്ന മഹാത്ഭുതം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്താണ് വാദി അൽ വുറയ്യ? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? കാണാം. സമ്പന്നമായ ജൈവ വൈവിധ്യവും അപൂർവമായ ആവാസ വ്യവസ്ഥയുമുള്ള വാദി വുറയ്യ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രാധാന്യമുള്ളതാണ്. അറേബ്യൻ ഉപദ്വീപിലെ ഫജർ പർവ്വതനിരകളിലെ വരണ്ട താഴ്വര മേഖലയിലെ പ്രാകൃത ആവാസ വ്യവസ്ഥകളിൽ അവസാനത്തേതും ഏറ്റവും ആധികാരികവുമാണിത്. കൂടാതെ രാജ്യത്തെ ഏക സ്ഥിരമായ പ്രകൃതിദത്ത വെള്ളച്ചാട്ടവും ഇവിടെയാണ്. ഭൂമിയുടെ പുരാതന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ലോകത്തിലെ ഏറ്റവും വലുതും അപൂർവവുമായ ഓഫിയോലൈറ്റ് ശിലാഘടനകളിൽ ഒന്നും ഇവിടെയാണുള്ളത്. ഫുജൈറ നഗരത്തിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അകലെയാണ് വുറയ്യ. 225 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ദേശീയോദ്യാനമായ ഇവിടെ 300-ലേറെ നീരുറവകളും 60 സ്ഥിരം ജലധാരകളും
വർഷം മുഴുവൻ ഒഴുകുന്നുണ്ട്. 10,000 വർഷത്തിലേറെയായി ഈ വെള്ളച്ചാട്ടം തുടർച്ചയായി ഒഴുകുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. .99 ജീവി സസ്യവർഗങ്ങളാണ് ഈ സുരക്ഷിത മേഖലയിലുള്ളത്. 216 ഇനം സസ്യങ്ങൾ, 114 ഇനം പക്ഷികൾ, 20 ഇനം സസ്തിനികൾ എന്നിവ വാദിവുറയയിലുണ്ട്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ഉരഗങ്ങൾ, പ്രാണികൾ എന്നിവയും തനതായ നിരവധി സസ്തിനികളും പക്ഷികളും ഈ റിസർവിലുണ്ട്. ...2013 മുതൽ റിസർവിലേക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നിരോധനം. അതേസമയം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുമതി നൽകിയിരുന്നു. പിന്നീട് ഈ വർഷം ആദ്യം മുതൽ വീണ്ടും സന്ദർശകർക്കായി തുറന്നു നൽകി. നിയന്ത്രിത ഗ്രൂപ്പുകളായി മാത്രമാണ് സന്ദർശനാനുമതി. ഫുജൈറ എൻവയോൺമെന്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക പങ്കാളികളായ ഫുജൈറ ഹോളിഡേയ്സ് വഴി ഗൈഡ് ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്യാം. ഒരാൾക്ക് 300 ദിർഹം മുതൽ പാക്കേജുകൾ ലഭ്യമാണ്. ബുസാനിൽ നടന്ന യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ 48ാമത് സെഷനിലാണ് പ്രഖ്യാപനം നടത്തിയത്. സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെയും ഫുജൈറ സർക്കാരിൻ്റെയും പ്രതിനിധി സംഘം സെഷനിൽ പങ്കെടുത്തിരുന്നു. സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് സലീം ബിൻ ഖാലിദ് അൽ ഖാസിമി പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു. ദേശീയ സ്വത്വത്തിൻ്റെ ഹൃദയഭാഗത്ത് പൈതൃകത്തെ സ്ഥാപിക്കുകയും സുസ്ഥിര വികസനത്തിൻ്റെ ഒരു ചാലക ശക്തിയായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും നേട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. മാനവികതയോടും ഭാവി തലമുറകളോടുമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഷ്ടതകളിൽ മനുഷ്യന് കൈത്താങ്ങാവുക, അവൻ്റെ പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കുക, പറ്റും പോലെയൊക്കെ സഹായിക്കുക. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാന മൂല്യം ഇത് തന്നെയാണ്. കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യയിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ടായി. പക്ഷാഘാതം മൂലം നാട്ടിലേക്ക് വരാൻ കഴിയാതിരുന്നൊരു മനുഷ്യന് 24 റിപ്പോർട്ടർ ജലീൽ കണ്ണമംഗലത്തിൻ്റെ വാർത്തയോടുകൂടി നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു. ആ സംഭവം കാണാം. പതിനഞ്ച് വർഷത്തിലേറെ സൗദി അറേബ്യയിൽ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന ആളാണ് ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അബ്ദുൽ അലീം. അക്കാലത്ത് മാസത്തവണ അടവിൽ അദ്ദേഹം ഒരു കാർ വാങ്ങിയിരുന്നു. കാറിന്റെ ബാക്കി തുക അടച്ചു തീർക്കാനുള്ളപ്പോഴാണ് നാട്ടിൽ ഭാര്യയ്ക്ക് കടുത്ത രോഗമാണെന്ന വിവരം അദ്ദേഹം അറിയുന്നത്. തുടർന്ന് അടിയന്തരമായി നാട്ടിലേക്ക് തിരിച്ചു. നിർഭാഗ്യവശാൽ നാട്ടിലെത്തിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. ആ ആഘാതത്തിൽ അലീമിന് കൃത്യസമയത്ത് സൗദിയിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 3 വർഷം മുൻപ് പുതിയ വിസയിൽ ഹൗസ് ഡ്രൈവറായി അദ്ദേഹം വീണ്ടും സൗദിയിലെത്തി. പക്ഷേ പഴയ കാർ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനിടെ കാറിന്റെ കുടിശ്ശിക വരുത്തിയ വലിയ സാമ്പത്തിക ബാധ്യത കാരണം അദ്ദേഹത്തിന് മേൽക്കോടതി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ അലീമിന് പക്ഷാഘാതമുണ്ടായി. ശരീരത്തിന്റെ ഒരു വശം തളർന്ന് ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഡിസ്ചാർജിന് സമയമായപ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ ആശുപത്രിയുടെ നിർദ്ദേശപ്രകാരം അലീമിനെ വഖഫ് ദാറക്കും എന്ന അഭയകേന്ദ്രം ഏറ്റെടുക്കുകയായിരുന്നു. ഹൈദരാബാദ് സ്വദേശിയായ അബ്ദുൽ അലീം അദ്ദേഹം
4 വർഷത്തിന് മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഒരു വണ്ടി അദ്ദേഹത്തിൻ്റെ സെയിൽസിനാവശ്യമായി ഹുണ്ടായി കമ്പനിയിൽ നിന്നും അദ്ദേഹം തംലീക്കിനെടുക്കുകയുണ്ടായി. ആ വാഹനം അദ്ദേഹം കൃത്യമായി അതിൻ്റെ അടവ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഹുണ്ടായി കമ്പനി 67,000 റിയാല് പെനാൽറ്റിയായി നൽകേണ്ട സാഹചര്യത്തിലാണ്. ഹുണ്ടായി കമ്പനി ഇപ്പോൾ അതിൽ നിന്നും 27,000 റിയാല് മഹക്കമ തൻഫീദിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കോ ഈ കാശ് നൽകി ഇവിടെ നിന്നും അദ്ദേഹത്തെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ കാശ് എങ്ങനെയെങ്കിലും അടച്ചുകൊണ്ട് അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ്. 6 മാസത്തോളമായി അദ്ദേഹം ദാറുൽ എന്നുള്ള ഈ ജാലിയാത്തിൻ്റെ ചാരിറ്റി ഹൗസിലാണുള്ളത്. മറ്റ് തുടർ ചികിത്സകൾ അദ്ദേഹത്തിന് അനിവാര്യമാണ്. അത് ലഭിച്ചാൽ നേരത്തെ പോലെ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ദുരവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തതോടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉടൻ തന്നെ സഹായവുമായി രംഗത്തെത്തി. വാഹനം വാങ്ങിയ വകയിൽ കമ്പനിക്ക് അടച്ചു തീർക്കാനുണ്ടായിരുന്ന മുഴുവൻ തുകയും യൂസഫ് അലി അടച്ചു തീർത്തു. കൂടാതെ യാത്രാവിലക്ക് ഒഴിവാക്കാൻ ആവശ്യമായ നിയമ നടപടികൾ യൂസഫ് അലിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു. യൂസഫ് അലിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് വഖഫ് ദാറുക്കും എന്ന അഭയകേന്ദ്രം സന്ദർശിച്ച് അലീമിനെ കണ്ടു. അലീമിനും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന സഹായിക്കുമുള്ള വിമാന ടിക്കറ്റുകൾ ലുലു ഗ്രൂപ്പ് കൈമാറി. ഹൈദരാബാദി സ്വദേശിയായ അലീമിൻ്റെ റിപ്പോർട്ട് 24 ന്യൂസ് ചാനലിൽ വരികയും അത് ഞങ്ങളുടെ റെസ്പെക്റ്റഡ് ചെയർമാൻ യൂസുഫായി അതിൽ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങളെ വിളിച്ച് വേണ്ട കാര്യങ്ങൾ സഹായങ്ങൾ സാമ്പത്തികമായും അല്ലാതെയുമുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് ആരോഗ്യവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിടാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്യുവാനും സഹായങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കാണുകയും ഇവിടെ ആൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ കാണുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചാനൽ പ്രതിനിധിയായ ജലീൽ കണ്ണമംഗലം മുതലായ നമ്മളുടെ ഈ ചാരിറ്റി പ്രവർത്തനത്തിനുള്ള എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. തുടർന്നും ലുലുവിൻ്റെ സപ്പോർട്ട് ഇവിടെയുള്ള എല്ലാ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തുടർന്നും നൽകാൻ ചെയർമാൻ യൂസുഫായിയുടെ ഇൻസ്ട്രക്ഷനുണ്ട്. ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാനും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത്. കോൺസുലേറ്റ് അദ്ദേഹത്തിന് എമർജൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ഫൈനൽ എക്സിറ്റ് അടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു. തന്നെ ജീവിതത്തിലേക്കും സ്വന്തം നാട്ടിലേക്കും തിരികെ എത്തിക്കാൻ കാരണക്കാരായ 24 ന്യൂസിനും വലിയ സാമ്പത്തിക സഹായം നൽകിയ MA യൂസഫ് അലിക്കും കണ്ണീരോടെ മുഹമ്മദ് അബ്ദുൽ അലീം നന്ദി പറഞ്ഞു. I want to go to Hyderabad. During each time I have to go there with my family. Please help me. I want to go to my home because long time I am not go to home. Please, I want to go to home. Please help me. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരിച്ചു. നടപടിക്രമങ്ങൾക്കായി അവസാനം വരെ കൂടെയുണ്ടായിരുന്ന ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ വിഭാഗം അംഗം ഷമീർ നദ്വിയും അലീമിനോടൊപ്പം യാത്ര ചെയ്തു. ലുലു റീജിയണൽ ഡയറക്ടർ അബ്ദുസലാം,
ലുലു പ്രതിനിധി അബ്ദുൽ മജീദ് എന്നിവരും നടപടിക്കായി കൂടെയുണ്ടായിരുന്നു. അറേബ്യ ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ.